ശരിക്കുള്ള റിലേഷൻഷിപ്സ് നമ്മൾ ഈ ജനറേഷനിൽ കാണുന്നത് കുറവാണ്. കാരണം നമ്മൾ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് പ്രത്യേകിച്ച് ജെൻസി, ജെൻ ആൽഫ അങ്ങനത്തെ ഉള്ള റിലേഷൻഷിപ്പിൽ കൂടുതലും പുതിയ പുതിയ ടേംസ് ആണ്. ഓരോ ദിവസം ഓരോ ടേംസ് ആണ്. ഇപ്പം പുതിയ ടേംസ് എന്ന് പറഞ്ഞാൽ ബ്രെഡ് ക്രംബിങ്, ബെഞ്ചിങ്, സിറ്റുവേഷൻഷിപ്പ്, ഡ്രൈ ടെക്സ്റ്റിംഗ്, അങ്ങനെ കുറേ ഭാഗങ്ങളുണ്ട്. ഇതിനകത്തൊരു സ്വന്തം പാർട്ണറിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനത്തെ സ്വന്തമായിട്ടുള്ള ഒരു ട്രൂ പാർട്ണറിനെ കണ്ടുപിടിക്കുമ്പോൾ അത് ആഘോഷിക്കുന്നതിൽ എന്താണ് തെറ്റ്? ആ ഒരു ദിവസം ഞാൻ എന്റെ ആഘോഷം ഇപ്പൊ 7 ദിവസമായി മാറിയിരിക്കുന്നു. അത് കൂടും. കാര്യം അത് എനിക്ക് ഫെബ്രുവരി 1 തുടങ്ങി 14 അവസാനിക്കാനാണ് ഇനി സാധ്യത. 14 ദിവസം നീണ്ടുപോകും. അതിപ്പോ ഹഗ്സ് ഡേ ഒരു ദിവസം കിസ് ഡേ, ഈ ചുംബനമായിട്ട് പൊതുനിരത്തിലോട്ട് ഇറങ്ങിയാലുള്ള അവസ്ഥ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒന്ന് കെട്ടിപ്പിടിച്ച് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ നമുക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് നിന്നെ ഞാൻ സ്നേഹിക്കുന്നു പറയാൻ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു പൂന്ന് പറയുന്നത് നമുക്ക് പൈസ കൊടുത്താൽ മാത്രമല്ലല്ലോ കിട്ടുക. വഴി കാണുമ്പോൾ ചെമ്പരത്തി ആയാലും അതൊരു പൂവാണല്ലോ. വഴി കാണുന്ന പൂവാർക്കും വേണ്ട. അതായത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയാണ് വളരെ ആത്മാർത്ഥമായിട്ടാണ്. അതിന്റെ വില നോക്കി നമുക്ക് അത് അളക്കാൻ പറ്റില്ലല്ലോ സർ. അതിനതിൻ്റെതായ സർ ഒന്നും വേണ്ട. എല്ലാ ദിവസവും വീട്ടിൽ വൈകി വരുന്ന ഒരു ഭർത്താവ് വാലന്റൈൻസ് ഡേയുടെ അന്ന് ഒന്ന് നേരത്തെ വന്നാൽ മതി. അത് തന്നെ വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ഒരു പ്രത്യേക ഒരു സന്തോഷം തന്നെയാണ്. പറ്റിയില്ലെങ്കിൽ അങ്ങനെയാണ് ഇപ്പൊ 7 ദിവസത്തെ നേരത്തെ വരേണ്ടതുണ്ട്. അത് ബുദ്ധിമുട്ടാണ്. ഒരു 7 ഡേയ്സ് ഇപ്പൊ ഇതിന്റെ ആഘോഷമായി. അപ്പൊ അങ്ങനെ ഇത് വളർന്ന് 365 ദിവസമായാൽ ഈ മനുഷ്യന് വേറെ പണിയൊന്നുമില്ല. എല്ലാം നേരത്തെ വരിക അല്ലാതെ വേറെ മാർഗമില്ല. മാത്രമല്ല ഈ അടുത്ത കാലത്ത് എന്തോ പറഞ്ഞ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ കേരളത്തില് ഈ പ്രണയ നൈരാശ്യം ബാധിച്ച ആൾക്കാർ കുത്തിക്കൊല്ലുക എന്ന് പറയുന്ന ഒരു സംഭവം. പാലയിലൊരു കോളേജിനകത്ത് കയറിയിട്ടാണ് ഒരു കുട്ടിയെ കൊലപ്പെടുത്തി കളഞ്ഞത്. അപ്പോൾ അതുപോലെ കേരളത്തിൽ ഇപ്പോൾ കൃഷ്ണപ്രിയ അങ്ങനെ ഇത്ര പെൺകുട്ടികൾ ഈ അടുത്ത കാലത്ത് കൊല്ലപ്പെടുന്നുണ്ട്. പ്രണയ നൈരാശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത് എനിക്കൊന്നും വല്ല ലഹരിയുടെ പിൻബലത്തിലാണോ എന്ന് അറിയില്ല. എൻ്റെ ഒരു മറുപക്ഷം ഉള്ളത് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം കേരളത്തിലെ യുവാക്കള്, ഞാൻ കേരളം മാത്രം ബേസ് ചെയ്ത് സംസാരിക്കുകയാണ്. കേരളത്തിലെ യുവാക്കളുടെ ഇടയ്ക്ക് ഞാനൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഈ പ്രായമുണ്ട്. പ്രായം ഞാൻ പറയുന്നില്ല, ഏതാണെങ്കിലും എന്റെ കാലത്തുണ്ടായിരുന്ന യുവാക്കളെക്കാൾ കൂടുതൽ ദൂഷ്യ സ്വഭാവം ഇപ്പോഴത്തെ കുട്ടികൾക്കില്ല. ഇല്ല. പക്ഷെ അന്ന് ഇതറിയാനും മാർഗം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എന്റെ ഈ മീഡിയയും സോഷ്യൽ മീഡിയ ഒക്കെ വന്നതുകൊണ്ട് ആളുകൾ അറിഞ്ഞു പോകുന്നതാണോ? അത് തന്നെയാണത്. അതിന് അപ്പൊ ഇപ്പോഴത്തെ തലമുറയ്ക്കുള്ള പ്രശ്നം, ഇത്രയും പാതങ്ങൾ അന്ന് നടന്നിരുന്നു. നിങ്ങൾ ഓരോ ഗ്രാമപ്രദേശം എടുത്ത് കേരളത്തിൽ നോക്കൂ. ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇതേ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. ഇന്നും അതേ പ്രശ്നങ്ങൾ നിലവിലുണ്ട്. പക്ഷെ ഇന്ന് അത്തരം ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് മാധ്യമങ്ങൾ ശ്രദ്ധ നേടും. വലിയ വാർത്തയാണ് ഇന്നിപ്പോൾ അത്. അങ്ങനെ വാർത്ത ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് വലുതാക്കുന്നതാണ് ഒരു പ്രശ്നമുള്ളത്. രണ്ടാമത്തെ, നമ്മൾ അന്ധമായിട്ടുള്ള ക്യാപിറ്റലിസ്റ്റ് കൺട്രീസിനെ അനുകരിക്കലുണ്ട്. ഇപ്പോൾ വാലന്റൈൻസ് ഡേ അതിൻ്റെ ഭാഗമാണ് ശരിക്കത്. ഇത് ആദ്യം തുടങ്ങി വെച്ചിരിക്കുന്ന അമേരിക്ക പോലെയുള്ള ക്യാപിറ്റലിസ്റ്റ് കൺട്രീസിൽ നിന്ന് ഭാരതത്തിലേക്ക് വന്ന സാധനമാണിത്. നമ്മുടെ എല്ലാ ആഘോഷങ്ങളും അങ്ങനെയാണത്. ക്യാപിറ്റലിസ്റ്റ് കൺട്രീസിൽ ഒരു സമയത്ത് വന്നിട്ട് അത് പിന്നെ പിൽക്കാലത്ത് നമ്മളിങ്ങനെ ഏറ്റെടുക്കുകയാണ്. ഈ തരത്തിലെ ആഘോഷങ്ങൾ ഇല്ലാതെ കണ്ട് പ്രണയത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്ന നാട് നമ്മുടെ നാടാണ്. ഇവിടെ ഒരു വാലന്റൈൻ മാത്രമേ ഉള്ളൂ. ആ വാലന്റൈൻ പോലും ശിക്ഷിക്കപ്പെട്ടു. അയാൾ ജയിലിൽ കിടന്നു. ആ ജയിലിൽ കിടന്നിട്ട് അയാൾ അവിടെയുള്ള ജയിലറുടെ മകളെ പ്രേമിച്ചു. ഈ പറയുന്ന ബിഷപ്പെട്ടോ, ചരിത്രം അയാൾ അവിടെ നിന്ന് വെറുതെ ഇരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ചരിത്രം അതിനെ സംബന്ധിച്ചുണ്ട്. അപ്പൊ ഇത് ഈ സംഭവം നടക്കുന്ന 275-ലാണ്, AD 275-ലാണ്. 4-ാം നൂറ്റാണ്ടല്ല കേട്ടോ, AD 3-ാം നൂറ്റാണ്ടാണ്. ജീവിച്ചിരുന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എനിക്ക് ഇയാൾ ജീവിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ ബലമായ സംശയമുണ്ട്. മാത്രമല്ല കുട്ടികളൊക്കെ ഇപ്പൊ എന്റെ വാലന്റൈൻ എന്നാ പറയുന്നത്. ആ ഒരു കാലമാണ്. പ്രണയമില്ല എന്ന് പറയുന്നത് എന്തോ കുറച്ചില് പോലെ ഈ കോളേജുകളിൽ ഇപ്പോൾ മാറിയിട്ടുണ്ട്. അങ്ങനെയുണ്ടോ? കോളേജ് പഠിക്കുന്ന അങ്ങനെ ഒരു സംഭവം ഇല്ല. വാലന്റൈൻ ഇല്ല വിചാരിച്ചിട്ട് അതിനൊരു കഴിവില്ല, അങ്ങനെയല്ല. അത് ഓരോരുത്തരുടെ ചോയ്സ് ആണ്. വാലന്റൈൻ വേണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത്. അപ്പൊ അത് കഴിവില്ല, അല്ലെങ്കിൽ അത് കുറച്ചിലായിട്ട് ഇല്ല. ഞാൻ സാറ് പറഞ്ഞതിനോട് ഒരു കാര്യം ആഡ് ചെയ്യാണ്. നമ്മളിങ്ങനെ ഒരു ഇപ്പൊ നമ്മൾ ചരിത്രത്തിലേക്ക് വാലന്റൈൻസ് ഡേ നമ്മൾ ട്രേസ് ചെയ്തു. അപ്പൊ പണ്ടുണ്ടായിരുന്ന കാലത്ത് പ്രണയം എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നതിന് ഒരു പരിശുദ്ധി അല്ലെങ്കിൽ അതിനൊരു വലിയൊരു വിലയുണ്ടായിരുന്നു, മൂല്യം ഉണ്ടായിരുന്നു. അത് ലൈക്ക് ജനറേഷൻ കഴിഞ്ഞു വരും തോറും ആ മൂല്യത്തിന് മാറ്റം, ഇപ്പൊ ഈ സിറ്റുവേഷൻഷിപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ പല പല വാക്കുകൾ കടന്നു വരുന്നത് നമ്മൾ സ്നേഹം എന്ന ഇമോഷന് കൊടുക്കുന്ന നിർവചനത്തിന് നമുക്ക് മാറ്റം സംഭവിക്കുന്നുണ്ടോ? അങ്ങനത്തെ ആ ഒരു മാറ്റം നല്ലതിലേക്കാണോ അതോ നമ്മളെ അത് നാശത്തിലേക്കാണോ നയിക്കുന്നുള്ള ഒരു വലിയ റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. അതിൻ്റെതായ നല്ല വശവും കാണും, ചീത്ത വശവും കാണും. അതിനകത്ത് നല്ല വശങ്ങൾ നമ്മൾ അറിഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ മാത്രമേ അതിനകത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടൂ. ചീത്ത വശങ്ങൾ
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.